സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ പ്രാധാന്യം ക്രിസ്തുവിന് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നിടത്താണ് പ്രതീക്ഷകളും വിശ്വാസവും ഉണ്ടാകേണ്ടത്. പ്രതീക്ഷകൾ നഷ്ടമാകുമ്പോഴാണ് പ്രതീക്ഷകൾക്ക് അടിസ്ഥാനവും പ്രതീക്ഷകൾക്ക് ഉറപ്പും ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് തീർത്തും അർത്ഥശൂന്യമാണ്. ഒന്നാലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ ഒരു മാസം മുമ്പ് 21 കോപ്റ്റിക് ക്രിസ്ത്യാനികള് IS ഭീകരരുടെ കീഴില് വധിക്കപ്പെടുകയുണ്ടായി. ദാരുണമായി. ഒരേ ഒരു വാക്കുമതിയായിരുന്നു അവർക്ക് തങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ചേരുവാനും തങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം ജീവിക്കുവാനും ഈ ലോകത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം സ്വന്തമാക്കുവാനും വെറും ഒറ്റ വാക്ക് മാത്രം, ക്രിസ്തുവിനെ നിഷേധിച്ച മാത്രം മതിയായിരുന്നു. പക്ഷെ ഇന്ന് കത്തോലിക്ക സഭയില് അവര് 21 പേരും വിശുദ്ധരായി രക്തസാക്ഷികളായി പരിഗണിക്കപ്പെടുവാൻ പോവുകയാണ്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടു കഴിഞ്ഞു. തങ്ങളെ തന്നെ പൂർണ്ണമായും അവര് ദൈവത്തിന് സമർപ്പിച്ചു. ചിന്തിച്ചു നോക്കിക്കേ, എനിക്കോ നിങ്ങൾക്കോ അതിന് സാധിക്കുമോ? ക്രിസ്തുവിന്റെ പടയാളിയായി ഞാൻ ഈ കുപ്പായത്തിൽ നിൽക്കുമ്പോൾ ഞാൻ തന്നെ എന്നോട് ചോദിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, നിനക്ക് അത് സാധിക്കുമോ എന്ന്. ക്രിസ്തുവിന്റെ മുമ്പില് ആഴമായ വിശ്വാസമില്ലെങ്കിൽ എനിക്ക് ഉറച്ചു പറയുവാനായിട്ട് സാധിക്കും, എനിക്കോ നിങ്ങൾക്കോ അതിന് സാധിക്കുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവർ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ല. തങ്ങളുടെ സഹനങ്ങള് ക്രിസ്തുവിന്റെ രക്തത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. ക്രിസ്തുവിന് സാക്ഷ്യം നൽകി. അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയ വിംബിൾഡൺ ചാമ്പ്യനായ ആർത്തർ ഹോപ്സ് എന്ന് പറയുന്ന ടെന്നീസ് കളിക്കാരന്, അവൻ ലോകത്തിലെ 1-ാം നമ്പർ ടെന്നീസ് കളിക്കാരനായിരുന്നു. അവൻ വിംബിൾഡൺ കിരീടവും നേടി നിൽക്കുമ്പോഴാണ് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവൻ പോവുക. ഹൃദ്രോഗ ശസ്ത്രക്രിയയിടയ്ക്ക് രക്തം മാറ്റിവെക്കുന്നതിനിടയിൽ അവന് പിടിപെട്ടതാണ് എയ്ഡ്സ് എന്ന മാരകരോഗം. ആ മാരകരോഗത്തിന് അടിമപ്പെട്ടപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അവന്റെ ആരാധകര്, അവന്റെ സുഹൃത്തുക്കള് അവന് പല പല കത്തുകളിലൂടെ അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ രോഗം താങ്കൾക്ക് അടിമപ്പെട്ടു? എന്തുകൊണ്ട് ഈ രോഗത്തിന് താങ്കൾ അടിമപ്പെട്ടു? അപ്പോൾ അവൻ പറഞ്ഞു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 50 ലക്ഷത്തോളം പേരാണ് ടെന്നീസ് കളിക്കുവാനായിട്ട് ആരംഭിച്ചത്. അതില് 5 ലക്ഷം പേര് കളികൾ പഠിച്ചു. 50,000 പേര് പ്രൊഫഷണൽ കളിക്കാരായി. 5,000 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. 5,000 പേര് തിരഞ്ഞെടുക്കപ്പെട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അതിൽ 50 പേര് വിംബിൾഡണിലെത്തി. 4 പേര് സെമി ഫൈനലിലും 2 പേർ ഫൈനലിലും. ഒടുവില് സമ്മാനത്തിന് അർഹനായി എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ചോദിച്ചില്ല, ദൈവമേ എന്തുകൊണ്ട് ഞാൻ എന്ന്. അതുപോലെ തന്നെ ഇന്ന് ഈ മാരകരോഗത്തിന് ഞാൻ അടിമപ്പെട്ടപ്പോഴും ഞാൻ ചോദിച്ചില്ല, എന്റെ ദൈവമേ എന്തുകൊണ്ട് ഞാൻ എന്ന്. എന്നെ സന്തോഷിപ്പിക്കുവാനായിട്ട്, എനിക്ക് നന്മകൾ ചെയ്യുവാനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ വേദനകൾ നൽകുവാനായിട്ടും സാധിക്കുകയില്ലേ? അതിനും അവകാശമില്ലേ എന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ഒരു വിശ്വാസം ഈ വേദനയുടെ ആഴത്തിൽ നിന്ന്, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോഴും ഈ വേദനയിൽ നിന്ന് അത്രമാത്രം സന്തോഷത്തോടെ എന്നെ സന്തോഷിപ്പിക്കുവാനായിട്ട്, എനിക്ക് നന്മകൾ ചെയ്ത ദൈവത്തിന് എനിക്ക് വേദനകൾ തരുവാനും അവകാശമില്ലേ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സന്തോഷം, ആ മനുഷ്യന്റെ വിശ്വാസം നമ്മൾക്കുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ഇതും കടന്നു പോകും എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം, അല്ലെങ്കിൽ ഇന്നത്തെ വചനഭാഗത്തിലൂടെ, നിനക്ക് എന്റെ കൃപ മതി, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വാക്കുകളിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്നത് ഇതും കടന്നു പോകും എന്നാണ്. സഹനത്തിലൂടെ
ദൈവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ദാവീദ് രാജാവ് ഒരിക്കല് തന്റെ സ്വർണ്ണ പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ എനിക്കൊരു മോതിരം നിർമ്മിച്ചു തരണം. ആ മോതിരത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടാകണം. ആ പ്രത്യേകതകൾ ഇങ്ങനെയായിരിക്കണം: അതിലേക്ക് നോക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ മാറണം. ഞാൻ അമിതമായി സന്തോഷിക്കുമ്പോൾ ഞാൻ അതിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് അത് എന്നെ നിയന്ത്രിക്കണം. നമുക്കറിയാം, അങ്ങനെ ഒരു മോതിരം ഉണ്ടാക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അതിന് എന്തെങ്കിലും കഴിവ് ദൈവം തമ്പുരാൻ ആ മനുഷ്യന്, ആ സ്വർണ്ണപ്പണിക്കാരന് കൊടുത്താലേ പറ്റത്തുള്ളൂ. പക്ഷെ സാധാരണ ഒരു മനുഷ്യന് ഒരിക്കലും ഒരു മോതിരത്തിലേക്ക് നോക്കുമ്പോൾ സന്തോഷം കുറയണം, സങ്കടം വരുമ്പോൾ അതിൽ മാറണം. അങ്ങനെ ഒരു മോതിരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എന്തായാലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് അങ്ങനെ തന്റെ തല പോയി എന്ന് സങ്കടപ്പെട്ട് കൊട്ടാരവാതിക്കലൂടെ നടന്നു പോയപ്പോഴാണ് ദാവീദിന്റെ മകനായ സോളമൻ രാജാവ് ഇത് കാണുന്നത്. സോളമൻ ഓടി വന്ന് ആ പണിക്കാരനോട് ചോദിച്ചു, എന്തുപറ്റി? എന്തുകൊണ്ട് താങ്കൾ ഇങ്ങനെ വിഷമത്തോടെ നടക്കുന്നു? അപ്പോൾ തന്റെ വിഷമം അയാൾ പറയുകയുണ്ടായി. അപ്പോൾ സോളമൻ പറഞ്ഞു, ഇത്രയേ ഉള്ളോ കാര്യം, നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. താങ്കൾ ഒരു മോതിരം ഉണ്ടാക്കുക, ആ മോതിരത്തിന്റെ മേളിൽ ഇങ്ങനെ എഴുതി വെക്കുക, ഇതും കടന്നുപോകും. അങ്ങനെ സ്വർണ്ണപ്പണിക്കാരൻ ഒരു മോതിരം ഉണ്ടാക്കി അവന്റെ വിരലിൽ ഇട്ടുകൊടുത്തു, രാജാവിന്റെ വിരലിൽ. രാജാവ് അമിതമായി സന്തോഷിച്ചപ്പോൾ മോതിരത്തിലേക്ക് നോക്കി, ആ മോതിരത്തിൽ ഇങ്ങനെ കണ്ടു, ഇതും കടന്നു പോകും. അപ്പോൾ അമിതമായി സന്തോഷിച്ചില്ല. വളരെയേറെ സങ്കടപ്പെട്ടപ്പോൾ മോതിരത്തിലേക്ക് നോക്കി, അപ്പോഴും രാജാവ് നോക്കിയപ്പോൾ ഇതും കടന്നു പോകുമെന്ന് കണ്ടു. അപ്പോഴും രാജാവ് ഒരുപാട് സങ്കടപ്പെട്ടില്ല. അതിൽ നിന്നും അവന് മോചിതമായി. സ്നേഹമുള്ളവരെ, ഞാനിത് പറഞ്ഞതിന് കാരണം നമ്മുടെ ജീവിതത്തില് നാം എല്ലാവരും കുരിശ് പതിച്ച മോതിരങ്ങൾ അണിയുന്നവരാണ്. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ക്രൂശിത രൂപങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുരിശ് പതിച്ച മോതിരങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുരിശ് പതിച്ച കൊന്തകൾ ഉണ്ടാവാം. നാം അണിയുന്നവരാവാം. ഇത് ക്രിസ്തുവാണുള്ളത്. ഈ കുരിശ് പതിച്ച മോതിരങ്ങള്, ക്രൂശിത രൂപമുള്ള വീടുകള്, ഭവനങ്ങള് സഹോദര സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പരസ്പര സ്നേഹത്തിന്റെ മാതൃകകളായി മാറണം. അവിടെ വിശ്വാസം ഉണ്ടാവൂ, പ്രതീക്ഷയുണ്ടാവൂ, കാത്തിരിപ്പിന് അർത്ഥമുണ്ടാവൂ. ഈ ആധുനിക കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, അനുദിന പത്രമാസികകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പീഡന കഥകള്. കവയത്രി സുഗതകുമാരി തന്റെ മുമ്പിൽ എത്തപ്പെട്ട പീഡിത പെൺകുട്ടികളുടെ കഥകള് അക്ഷരാഗ്നിയിൽ ആവാഹിച്ച് മനുഷ്യന്റെ മുമ്പിലേക്ക് ഒഴുക്കുന്നുണ്ട്. അതില് ഒരു മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. ഒരിക്കല് ഒരു കൊച്ചു പെൺകുട്ടി, ഓമനത്വമുള്ള 9ാം ക്ലാസ്സിൽ 9 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി തന്റെ ഇളവയറ് പൊക്കിക്കാട്ടിക്കൊണ്ട് ടീച്ചറിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ടീച്ചറെ, എന്റെ വയറ്റില് കുഞ്ഞുവാവയുണ്ടോ എന്ന്. കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പില് ടീച്ചർ പറഞ്ഞു, അതൊക്കെ പ്രായമാകുമ്പോഴല്ലേ, വലുതാകുമ്പോഴല്ലേ എന്ന്. പക്ഷേ ചാട്ടുള്ളി പോലെ ആയിരുന്നു കുട്ടിയുടെ മറുപടി. അങ്ങനെയല്ലല്ലോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. കുഞ്ഞുവാവയെ തരാമല്ലോ എന്ന് പറഞ്ഞാണല്ലോ അയാൾ എന്നെ വളരെയേറെ വേദനിപ്പിച്ചത്. കുഞ്ഞുവാവയെ തരാമല്ലോ എന്ന് പറഞ്ഞാണല്ലോ അയാൾ എന്നെ വളരെയേറെ വേദനിപ്പിച്ചത്. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ മുമ്പിൽ, ആ കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഈ ലോകത്തിന് ഉത്തരം നൽകുവാനുണ്ടോ? ആ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി നൽകുവാനുണ്ടോ? സാധിക്കില്ല. കാരണം ഇന്ന് മനുഷ്യമൃഗങ്ങൾ ജീവിക്കുന്ന, വന്യമൃഗങ്ങളെക്കാൾ ഏറെ മനുഷ്യമൃഗങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിലാണ് നാം ജീവിക്കുക. അതിനാൽ ആഴമായ വിശ്വാസത്തോടുകൂടെ, ആഴമായ പ്രാർത്ഥനയോടുകൂടെ, ആഴമായ പരസ്പര സ്നേഹത്തോടുകൂടെ, പ്രതീക്ഷ അറ്റവരാകാതെ പ്രതീക്ഷ ഉള്ളവരായി ക്രിസ്തുവിന്റെ മുമ്പിൽ, ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മുമ്പിൽ, ചെറുതാകുന്ന ഓസ്തിയില് വലുതാകുന്ന സ്നേഹം നിറയ്ക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പില്, മുറിഞ്ഞ ഹൃദയത്തില് മുറിയാത്ത സ്നേഹം നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ പ്രതീക്ഷയുടെ ആയിരിക്കാം.
ഓർക്കാം, ജീവിതത്തിൽ, നമ്മുടെ ഈ ജീവിതത്തിൽ ഇലപൊഴിയുന്ന കാലങ്ങൾ എപ്പോഴും ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, തളിരണിയാനായിട്ട് ഒരു കാലമുണ്ട്. കണ്ണുനീർ മാറി പുഞ്ചിരി തൂകാനും ഒരു സമയമുണ്ട്. കൈപ്പാർന്ന വേദനയ്ക്കപ്പുറം മധുരത്തിൻ്റെ സൗഖ്യമുണ്ട്. മാനത്തെ കാർമേഘത്തിനപ്പുറം സൂര്യപ്രഭയുണ്ട്. കലിതുള്ളുന്ന തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുന്ന ഈശോയുണ്ട്. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.